പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ശ്രീ ശശി തരൂരിൻ്റെ പുസ്തകങ്ങളെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ അക്ഷരത്തിൽ. ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുവാൻ വേണ്ടി ശശി തരൂർ എന്ന നയതന്ത്രജ്ഞനും എഴുത്തുകാരനുമായ മലയാളിയായ പ്രതിഭാശാലിയായ ഈ എഴുത്തുകാരൻ്റെ കൃതികളെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുള്ള ഡോക്ടർ ലളിതകുമാരി എന്നോടൊപ്പമുണ്ട്. ഡോക്ടർ ലളിതകുമാരി, അക്ഷരത്തിലേക്ക് സ്വാഗതം. ശശി തരൂരിൻ്റെ ഏതാണ്ട് 10ഓളം കൃതികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം UN അണ്ടർ സെക്രട്ടറി ജനറൽ ആണ്. അതോടൊപ്പം തന്നെ ബഹുമുഖ പ്രതിഭയായ നാനാരംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള മലയാളിയായ പാലക്കാട്ടുകാരനായ ശ്രീ ശശി തരൂരിൻ്റെ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ എലിഫൻറ്റ്, ടൈഗർ ആൻഡ് സെൽഫോൺ എന്ന് പറയുന്ന കൃതി വരെ ഏതാണ്ട് 10ഓളം കൃതികളുണ്ട്. അതിൽ തന്നെ സർഗാത്മക കൃതികളുണ്ട്, ലേഖനങ്ങളുണ്ട്, നെഹ്റുവിൻ്റെ ജീവചരിത്രമുണ്ട്. അപ്പം ഇങ്ങനെ കോളങ്ങൾ എന്നുള്ള നിലയിൽ ധാരാളം അദ്ദേഹം ഹിന്ദു പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ബഹുമുഖ പ്രതിഭയും എഴുത്തുകാരനുമായ ശശി തരൂരിൻ്റെ കൃതികളെപ്പറ്റി ആധുനികോത്തരതയുമായി ബന്ധപ്പെടുത്തി ഫാക്ഷൻ എന്നൊരു എലമെൻറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഗവേഷണ ഗ്രന്ഥം താങ്കൾ പുറത്തിറക്കി. ഈ ഫാക്ഷൻ എന്നുള്ള ഒരു പദവും ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ശശി തരൂരിൻ്റെ ഈ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഈ വർക്ക് ചെയ്യുവാൻ എന്തായിരുന്നു താങ്കളുടെ പ്രചോദനം? എന്താണ് ഈ ഫാക്ഷൻ എന്ന് പറയുന്നത്? ഫാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ വേർഡാണെന്ന് വേണമെങ്കിൽ പറയാം. അധികം നാളായിട്ടില്ല, കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അതൊരു പോർട്ട്മാൻറ്റോ വേർഡാണ്. അതായത് ഫാക്റ്റ് ആൻഡ് ഫിക്ഷൻ എന്നുള്ളതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അത് വളരെ എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പറയാൻ കാര്യം, എല്ലാ ആസ്പെക്ട്സിലും ജീവിതത്തിലെ എല്ലാ തുറകളിലും നമ്മൾ ഫാക്റ്റും ഫിക്ഷനും കൂടിയുള്ളൊരു ഫ്യൂഷൻ ജീവിതത്തിൽ എപ്പോഴും കാണാറുള്ളതാണ്. ഞാനത് ഒബ്സർവ് ചെയ്യുന്നൊരു സംഗതിയാണ്. അതായത് ഫിക്ഷൻ ഇല്ലാതൊരു ഫാക്റ്റ് ഇല്ല, ഫാക്റ്റ് ഇല്ലാതൊരു ഫിക്ഷൻ ഇല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് എന്നും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഫ്യൂഷൻ ശശി തരൂരിൻ്റെ നോവൽസിൽ വളരെയധികം ഞാൻ കണ്ടു. വേറെ ഒരുപാട് കൃതികൾ ലോകത്തിലുണ്ടായിട്ടുണ്ട്. പലതിലും ഇപ്പോൾ എല്ലാ ബുക്സും ഫാക്ഷണൽ വർക്ക്സ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു വിധത്തിലാണ്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ നോവലോ ഒരു പൊളിറ്റിക്കൽ നോവലോ ആണെങ്കിൽ പോലും, ഒരു നടന്ന കാര്യത്തിനെ അധിഷ്ഠിതമായിട്ട് ഒരു നോവൽ എഴുതിയാൽ പോലും അതിനകത്ത് ലേശം ക്രിയേറ്റിവിറ്റി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഫ്യൂഷൻ വരുന്നുണ്ട്. പക്ഷേ ഇത് പ്രത്യേകിച്ച് ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു ജാനറിലോട്ട് ഞാൻ പോകാൻ കാരണം, ഇത് വളരെയധികം എടുത്തു കാണിക്കുന്ന ഒരു ആസ്പെക്റ്റാണ് തരൂരിൻ്റെ വർക്ക്സിലെല്ലാം. മാത്രവുമല്ല, ഫാക്ഷനെ കുറിച്ചുള്ള റിസർച്ച് അധികം വന്നിട്ടില്ല. ഒരു പുതിയ സബ്ജക്റ്റാണ്, വളരെയധികം ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ അതെ, അപ്പോൾ ഫ്രം ഫ്രഷ് വുഡ്സ് ടു പാസ്റ്റേഴ്സ് ന്യൂ എന്ന് ലിസിഡസിലെ ജോൺ മിൽട്ടൺ പറയുന്ന പോലെ ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് വളരെ നല്ല ഒരു വളമുള്ള ഒരു മണ്ണാണ്, നല്ലൊരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നി. എനിക്ക് വളരെയധികം പറയാനുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇതെടുത്തത്. ശശി തരൂരിൻ്റെ ഏറ്റവും അധികം പ്രശസ്തമായ ഒരു നോവലാണ് 1989 അദ്ദേഹം രചിച്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ഇത് മഹാഭാരത കഥ എന്നുള്ള പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശശി തരൂരിൻ്റെ ഈ കൃതി വളരെയധികം വിവാദമുണ്ടാക്കാവുന്ന ഒരു വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. മഹാഭാരത കഥയുടെ മൂശയിൽ സമകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. വളരെയധികം വിസ്ഫോടകമായ രീതിയിലുള്ള ആശയം തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. ഈ ഒരു നോവൽ പ്രത്യേകിച്ചും നെഹ്റുവിനെ ധൃതരാഷ്ട്രോടും ഇന്ദിരാഗാന്ധിയെ ദുര്യോധനോടും അല്ലെങ്കിൽ പ്രിയാ ദുര്യോധനയോടും ഒക്കെ ഊമിച്ചുകൊണ്ട്, മഹാത്മജിയെ ഗംഗാജി അല്ലെങ്കിൽ ഭീഷ്മപിതാമഹനായി സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച ഈ കൃതി ധാരാളം പ്രശ്നങ്ങളുണ്ടാക്കാവുന്ന ഒരു കൃതിയായിരുന്നെങ്കിലും കാര്യമായ വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്തായിരിക്കാം ഇങ്ങനൊരു വിവാദം ഈ കൃതി ഉണ്ടാക്കാത്തതിൻ്റെ കാരണം? വിവാദം ഉണ്ടാക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. മഹാഭാരതം എന്ന് പറയുന്ന അതിമഹത്തായ ഇതിഹാസം ഓരോ ഇന്ത്യൻ്റെ ഓരോ പുസ്തകം വായിക്കുന്ന പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ പതിഞ്ഞേക്കുന്ന ഒരു അപാരമായൊരു കൃതിയാണ്. അത് ഇറ്റ് ഹാസ് ബീൻ റീടോൾഡ് ആൻഡ് റീടോൾഡ്. പലതവണ പുനരാഖ്യാനം ചെയ്തിട്ടുള്ള മഹാഭാരതത്തിനെ പോലെ നമ്മുടെ ഇതിഹാസം അല്ലെങ്കിൽ പുരാണ കഥ പുനരാഖ്യാനം ചെയ്തിരിക്കുകയാണ്. തരൂരിൻ്റെതായ വേർഷൻ കൊടുത്തിരിക്കുകയാണ്. തരൂരിൻ്റെതായ ഡയമെൻഷനിൽ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് മഹാഭാരതം നമ്മൾ കാണുകയാണ്. 12,000 പേര് ഉള്ള ഒരു വലിയ ബൃഹത്തായ അതിവിപുലമായ ഒരു എപ്പിക്കിനെ ചുരുക്കി സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രസൻസിൽ ആ കണ്ടീഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്ന വളരെ ശ്രമകരമായ ഒരു ജോലി വളരെ ഈസി ആയിട്ട് വളരെ ലാഘവത്തോടെ അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സ്കില്ല്, ആ നോവൽ എഴുതുന്നതിനകത്തെ പാരഡി അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രാഫിക് മെറ്റാഫിക്ഷൻ അല്ലെങ്കിൽ മാജിക് റിയലിസം, ഇങ്ങനത്തെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുണ്ട് നല്ല ഒന്നാന്തരം ഒരു ഫാക്ഷണൽ വർക്കാണത്.
അതിൽ ഡെമോക്രസി ആയിട്ട് പാഞ്ചാലിക്ക് പകരമാണ് ഡെമോക്രസി പാഞ്ചാലിയിൽ ഡെമോക്രാസി എന്നുള്ള പേരിൽ ആ പണ്ണിങ് ഇൻ ദ വേർഡ്സിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കൗരവന്മാർ 100 പേരാണെന്ന് നമ്മൾ കേട്ടിരിക്കുന്നു, പക്ഷേ ഇവിടെ ഒരൊറ്റ ആളേ ഉള്ളൂ. അതേസമയം ബാക്കി 99 പേര് എവിടെയോ ഉണ്ടെന്ന് നമുക്ക് എവിടെയോ ഒന്നും ഒരിടത്ത് മെൻഷൻ ചെയ്യുന്നില്ല. ഒറ്റ ആളിലാണ് ഈ 100 കൗരവന്മാരെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോരോ വലിയ വലിയ കഥാപാത്രങ്ങൾക്ക് നമുക്ക് ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്. എല്ലാവരും വിചാരിക്കും ഗംഗാജി മഹാത്മാഗാന്ധി, അപ്പോൾ നെഹ്റു ആരായിരിക്കും? അങ്ങനെ ഒരു ചിന്ത പോകുമ്പോഴത്തേക്ക് ധൃതരാഷ്ട്രം, ബ്ലൈൻഡ് ധൃതരാഷ്ട്ര, നെഹ്റുവിനെ അത്ര ഇതായിട്ടല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നെഹ്റു ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിലെ ഏറ്റവും വലിയ മഹത്തായ ഭാരത ശില്പി തന്നെയാണ് നെഹ്റു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്ന ബുക്കിനെ സംബന്ധിച്ചോളം നെഹ്റുവിന് അത്ര വലിയ ഒരു നല്ലൊരു പിക്ചർ അല്ല കൊടുത്തിരിക്കുന്നത്. ബ്ലൈൻഡ് ഇൻ ദിസ് ഫോറിൻ പോളിസി ആൻഡ് രാജ്യമോഹം, പുത്രമോഹം, ഈ 2 കാര്യങ്ങളിലും കൊണ്ട് ഒരു എന്താ പറയുക, ഒരു അഫക്റ്റ് ചെയ്തൊരു മൈൻഡാണ് ധൃതരാഷ്ട്രം നമ്മൾ കാണുന്നത്. അത് തന്നെയായിരുന്നു നെഹ്റുവിനും എന്നാണ് തരൂർ വാദിക്കുന്നത്. പലപ്പോഴും ഈ സമകാല രാഷ്ട്രീയം പുസ്തകങ്ങൾക്ക് വിഷയമാകുമ്പോൾ ഈ രാഷ്ട്രീയത്തിലെ ബിംബങ്ങളെ ഏറ്റവും അധികം ഒരു ഡെയിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ വളരെയധികം പുകഴ്ത്തുന്ന, ഉദാത്തവൽക്കരിക്കുന്ന രീതിയിലുള്ള രചനകൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തെ പറ്റി ഒരു നോവൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഏറ്റവും അധികം ഉന്നതയായ ഒരു വനിത എന്നുള്ള നിലയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ശശി ആവട്ടെ നേരെ മറിച്ച് ഈ ഒരു ബ്ലാക്ക് ഇമേജ് ആണ് ഇന്ദിരാഗാന്ധിക്കാണെങ്കിലും നെഹ്റുവിനാണെങ്കിലും ഒക്കെ. പ്രത്യേകിച്ച് ശശി ഏറ്റവും അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എമർജൻസി, നമ്മുടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കരിനിഴൽ വീശിയ ആ കാലഘട്ടം അദ്ദേഹത്തിന് താങ്ങാവുന്നതിലപ്പുറമാണ്. അത് പല കൃതികളിലും അത് കാണാം. പിന്നീട് നമ്മൾ പറയാൻ പോകുന്ന വേണമെങ്കിൽ ഇപ്പോഴത്തന്നെ പറയാം അതിനെക്കുറിച്ച്. ആ ഒരു ഫാൾസ് 22 days in the life of a dog എന്ന് പറയുന്ന ഒരു നാടകമാണ് ഒരു കണക്കിന്. ചെറുകഥാ സമാഹാരത്തിന്റെ കൂടെ ആണ് അച്ചടിച്ച് വരുന്നത്. അത് കംപ്ലീറ്റ് എമർജൻസിയാണ്. എമർജൻസിയിൽ ഇപ്പോൾ കുത്ത എന്ന് പറയുന്ന ഒരു പട്ടി, സാധാരണ ഒരു പട്ടിയെ ട്രാൻസ്മ്യൂട്ടേഷൻ, അതായത് സെക്സ് ചേഞ്ച് കൊണ്ട് ഒരു പെണ്ണാക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന പെണ്ണ്. പിന്നെ എമർജൻസി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ട്രാൻസ്പോർട്ടേഷൻ കണ്ട് വീണ്ടും പെണ്ണല്ല ഒരു മനുഷ്യനാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പട്ടിയെ ഒരു മനുഷ്യനാക്കുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ആ എൻഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ, സഞ്ജയ് ഗാന്ധിയുടെ ആ സമയത്തുള്ള ക്രൂരകൃത്യങ്ങൾ ഒക്കെ സിംബോളിക്കാണ്. അത് വളരെ സുന്ദരമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നത്. ആക്ഷേപഹാസ്യമാണ്. സറ്റയറും പാരഡിയും എല്ലാം അതിനകത്തുണ്ട്. കംപ്ലീറ്റ് സിംബോളിസൈസ് ചെയ്യാണ്. ഈ കുത്ത എന്ന് പറയുന്ന ഈ പട്ടി വീണ്ടും മനുഷ്യനാവുന്നു എപ്പോഴും എമർജൻസി മാറി നാട്ടിൽ സമാധാനം വരുമ്പോൾ. അപ്പോൾ തരൂർ അത് കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എമർജൻസി ഒരു ഹിസ്റ്റോറിക്കൽ ട്രൂത്താണ്, പക്ഷേ അതേസമയം ഒരു ടെക്സ്ച്വാലിറ്റിയാണ്. ആഫ്റ്റർ ഓൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്റ്റാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് എൻ്റെ ഗുരുനാഥനായ അയ്യപ്പ പണിക്കർ സാർ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ പച്ചക്കള്ളമല്ലേ സാർ? എന്നാ ഞാൻ പറയാം ശുദ്ധകള്ളമെന്ന് പറയാം. നല്ല തമാശ പറയായിരുന്നു സാർ. അപ്പോൾ എന്തായാലും ചരിത്രം എന്ന് പറയുന്ന ഒരിക്കലും സത്യമായിരിക്കാൻ വഴിയില്ല. അതിന് ഓരോരുത്തരുടെയും അവരുടേതായ പ്രജുഡിസ്, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് പലതും. അതായത് വാട്ട് ഇസ് ട്രൂത്ത്? സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? സത്യം എന്നൊരു സംഗതി ഇല്ല. സത്യം ഫിക്ഷണലൈസ്ഡ് ട്രൂത്തുള്ളൂ. നമ്മളൊക്കെ സത്യം എന്ന് വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും ഒക്കെ ഫിക്ഷണലൈസ്ഡ് ട്രൂത്താണ്. നമ്മുടേതായ പ്രജുഡിസസ്, നമ്മുടെ ബയസ്, നമ്മുടെ സ്വന്തം ലീനിങ്, നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ സത്യത്തിൽ കടന്നുകൂടുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ആ സത്യം എന്ന് പറയുന്ന ഒരു ഫിക്ഷണലൈസ്ഡ് ഫാക്ട് അല്ലെങ്കിൽ ഫാക്ച്വലൈസ്ഡ് ഫിക്ഷൻ. ഇതാണ് കംപ്ലീറ്റ് ഈ ഫാക്ഷൻ നമ്മൾ കാണുന്നത്. ശശിയുടെ ഒരു മാഗ്നം ഓപ്പസ് ആയിട്ട്, അതായത് മാസ്റ്റർ പീസായിട്ട് മാഡം പരിഗണിക്കുന്ന ഒരു നോവലാണ് മിഡ്നൈറ്റ് ടു ദി മില്ലേനിയം. ഇന്ത്യ ഫ്രം മിഡ്നൈറ്റ് ടു ദി മില്ലേനിയം. അത് ആക്ച്വലി ഒരു കഥ പറഞ്ഞു പോകുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസ്ഡ് വേൾഡിൽ നാളെ, അതായത് ഇനി വരുന്ന കാലങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളതിനെ ഒരു അപഗ്രഥനമാണ് പ്രധാനമായിട്ടും. പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ ബുക്ക്ലെസ് ഇൻ ബാഗ്ദാദിലും മറ്റേ ഏറ്റവും അവസാനത്തെ എലിഫന്റ് ടൈഗർ ആൻഡ് സെൽഫോണിലും ഒക്കെ ഉപന്യാസങ്ങളിലൊക്കെ കൂടുതലും കാണുന്ന ഇന്ത്യയുടെ 21st സെഞ്ച്വറിയിലെ ഇന്ത്യയുടെ എന്തായിരിക്കും വേൾഡ് പവറായിട്ട്. ഇപ്പം തന്നെ നമ്മൾ ഒരു 1/6 ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ നമുക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള അവലോകനം അതും സ്റ്റോറി ആയിട്ട് പോയിട്ടില്ലെങ്കിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. എമർജൻസി തന്നെയാണ് അതിനകത്തെ പ്രധാനമായിട്ടുള്ള വിഷയം. അതുപോലെ തരൂരിൻ്റെ ഈ ദ റയട്ട് എന്ന നോവലും അതുപോലെ ഷോ ബിസിനസ് എന്ന നോവലും ഇതേപോലെ തന്നെ 2 പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കുന്ന കൃതികളാണ്. റയട്ടിലാണെങ്കിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങൾ അതിന് മുമ്പ് തന്നെ ബാബറി മസ്ജിദിനെ കുറിച്ച് ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ശരിക്കുള്ള ഇൻസിഡന്റ് ഉണ്ടായി. ബാബറി മസ്ജിദിന്റെ കലാപം ഉണ്ടാകുന്നു. പിന്നെ ആഫ്രിക്കയിലെങ്ങാണ്ട് ഒരു സ്ത്രീ, ഒരു അമേരിക്കൻ സ്ത്രീ ഇങ്ങനെ നല്ല കാര്യം ചെയ്യാനായിട്ട് പോയിട്ട് മിഷണറി വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ ഒരു ആൻട്രപ്രണർ ആയിട്ടുള്ള ഒരു ലേഡിക്ക് വളരെയധികം തിക്താനുഭവങ്ങൾ കിട്ടുന്നു, അവർ കൊല്ലപ്പെടുന്നു. ആ ഒരു സ്റ്റോറി തരൂരിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്ന ഈ വഴക്ക് 2 കൂടി കമ്പൈൻ ചെയ്തിട്ട്
ബാബരി മസ്ജിദിന്റെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അതിമനോഹരമായ ഒരു പ്രേമകഥ അവിടെ വരികയാണ്. അപ്പോൾ പ്രിസില്ല ഹാർട്ട് എന്ന് പറഞ്ഞൊരു പെണ്ണ് അവിടെ മരിക്കുന്നു. അവള് കൊന്നതാണ്. പക്ഷെ എങ്ങനെയാണ് അവൾ മരിച്ചത്? കലാപത്തിൽ തന്നെ പെട്ട് പലരും മരിച്ചതിന്റെ കൂട്ടത്തിൽ അവൾ വല്ല ബോംബേറോ ഒക്കെ അങ്ങനെ വെച്ച് മരിച്ചതാണോ? അല്ല. പക്ഷെ അവൾക്ക് ഒരുപാട് കത്തിക്കുത്തുകളുണ്ടായിരുന്നു. വാശി പ്രസിഡന്റിന്റെ അടുത്തായിരുന്നോ അതോ ഹിന്ദു മുസ്ലിം റൈറ്റിലെ പലരെയും ജസ്റ്റ് ലൈക്ക് ദാറ്റ് അങ്ങനെ കുത്തി കൊല ചെയ്യുന്ന അങ്ങനെ ഒരു അക്രമമുള്ള ഒരു പശ്ചാത്തലത്തിൽ അവൾ കുത്തി കൊല്ലപ്പെട്ടതാണോ? അത് ശേഷം ചിന്തയെ നമുക്ക് ഓർഡിനൻസ് വിട്ടുകയാണ് തരൂര്. എങ്കിലും പ്രസില്ല ഹാർട്ടിന്റെയും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അതായത് കളക്ടറും കൂടി ആയ ലക്ഷ്മൺ തമ്മിലുള്ള പ്രേമകഥ, ആ പ്രേമം സഫലമാകാത്തുള്ള അവളുടെ പ്രയാസങ്ങൾ, ഇതൊക്കെ ബാബരി മസ്ജിദ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല. പക്ഷെ നമുക്ക് ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഈ പ്രേമകഥയും കൂടി അതിനകത്ത് രണ്ടും കൂടി ഇങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കുക. ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് പോലെ, അല്ലെങ്കിൽ ലൈഫ് ആൻഡ് ഡെത്ത് പോലെ, ഇടം പിരിയാതെ ഇപ്പോൾ പകലും രാത്രിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ത്രിസന്ധ്യ പോലെ മനോഹരമായിട്ട് അതിങ്ങനെ കിടക്കുകയാണ്. ശശി തരൂരിന്റെ ഷോ ബിസിനസ് എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ അമിതാഭ് ബച്ചന്റെ ജീവിതകഥയെ തന്നെ ആവിഷ്കരിക്കുന്നതാണെന്ന്. അതെ അതെ, അത് ബോംബെ ഫിലിം വേൾഡിന്റെ ബോളിവുഡിന്റെ പൊള്ളത്തരം, സിനിമ വേൾഡിലുള്ള ആർട്ടിഫിഷ്യാലിറ്റി, അതാണ് കൂടുതലും. ഇപ്പോൾ അശോക് ബഞ്ചാര എന്ന് പറയുന്ന ഒരാളാണ് അതിനകത്തെ കഥാനായകൻ. അതായത് താഴത്തെ സാധാരണ നിലയിൽ നിന്ന് വളരെ ഒരു സൂപ്പർ സ്റ്റാർ ആകുന്നു. പിന്നെ ജയബാദിരിയെ പോലെ ഒരാളെ കല്യാണം കഴിക്കുന്നു. പിന്നെ രേഖയമായിട്ടുള്ള ഒരു പശ്ചാത്തലം പോലെ ഇവിടെ ഒരു മെഹനാസ് ഇലാഹി എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്റ്റാർലെറ്റ് വളരെ സെക്സി ആയിട്ട് അഭിനയിക്കുന്ന ഒരു സ്ത്രീയുമായിട്ടുള്ള അടുപ്പം. അമിതാഭ് ബച്ചൻ ഒരിടത്തും പറയുന്നില്ലെങ്കിലും അതാണ് തരൂരിന്റെ കഴിവ്. നമ്മൾ ഹിന്ദി സിനിമയെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇത് അമിതാഭ് ബച്ചന്റെ കഥയാണ്, ഇത് ജയബാദിയുടെ കഥയാണ്, ഇത് ബോംബെയിലെ പല പല അറിയപ്പെടുന്ന സ്റ്റാർസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതേസമയം ഒരു ബെസ്റ്റ് സെല്ലർ എന്നുള്ള നിലയിലല്ല അതിനെ പരിഗണിക്കേണ്ടത്. വളരെ അക്കാഡമിക് ആയിട്ടുള്ള വർക്ക് പോലെ തന്നെ തോന്നില്ല. ഇല്ല, കൂടുതലും അക്കാഡമിക് എല്ലാ ബുക്കിനകത്തും അക്കാഡമിക് ഇതായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അതേസമയം മിഡ് നൈറ്റ് മില്ലീനിയം അങ്ങനെ 1-2 ബുക്കുകൾ ഒഴിച്ചാൽ എല്ലാം നമുക്ക് നല്ല നോവലായിട്ട് നല്ല സാഹിത്യ സൃഷ്ടികളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അദ്ദേഹത്തിന്റെ കഥകൾ ഈ പറഞ്ഞ പോലെ $5 സ്മൈൽ ആൻഡ് അതർ സ്റ്റോറീസ് എന്നുള്ള നിലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധാരാളം കഥകളുണ്ട്. അപ്പം അതിൽ ഈ കഥകളിലാണ് അദ്ദേഹം കുറേയെങ്കിലും ഒരു മലയാളത്തിൻ്റെതായിട്ടുള്ള ഗന്ധം ഉണ്ടാകും തോന്നുന്നു. വളരെയധികം കൂടുതൽ മറ്റ് നോവലുകളിലൊക്കെ കൂടുതൽ ഒരു ഇന്ത്യൻ കോൺസെപ്റ്റ് ആണെങ്കിൽ കഥകളിൽ അദ്ദേഹം കുറേയൊക്കെ ഗൃഹാതുര സ്മൃതികളോടി കേരളത്തിലേക്ക് വരികയും കേരളത്തിന്റെ ചില ചിത്രങ്ങൾ അതിനകത്ത് പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നു. ഈ വില്ലേജ് ഗേൾ, അതുപോലെ ടെമ്പിൾ തീഫ്, അതിലൊക്കെ എങ്ങനെയാണ് ഈ കേരളത്തെ അദ്ദേഹം കൊണ്ടുവരുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ശശി തരൂരിന്റെ എല്ലാ ബുക്സിലും വെച്ച് അദ്ദേഹത്തിന് ഒരു 6-7 വർഷത്തോളം അദ്ദേഹത്തിന്റെ വർക്ക്സ് സ്റ്റഡി ചെയ്ത് ഡോക്ടറേറ്റ് ലെവലെടുത്തതിന്റെ പുറയിലുള്ള എൻ്റെ പ്രചോദനം മുഴുവനും ഈ കോമ്പിനേഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഫാക്ച്വാലിറ്റിയാണ്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള അറിവ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, ക്ലാരിറ്റി ഓഫ് തിങ്കിങ്, ഇതെല്ലാം മിക്ക ബുക്കുകളിലും ഉണ്ടെങ്കിൽ തന്നെയും ഈ 15 കഥകൾ, ചെറുകഥകളുടെ ഉള്ള ഒരു $5 സ്മൈൽ ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറയുന്ന സമാഹാരം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വന്നിരിക്കുന്ന ആ ഫാഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22 ഡേയ്സ്, ഇതിനകത്താണ് അദ്ദേഹം കംപ്ലീറ്റ്ലി ഒരു ക്രിയേറ്റീവ് എഴുത്തുകാരനായി സാഹിത്യകാരനായി മാറുന്നത്. ഇവിടെയാണ് വളരെ നല്ല അല്പം ഫ്ലവറി ലാംഗ്വേജ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അല്പം ഫ്ലവറി ലാംഗ്വേജ് ഇഷ്ടമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ നന്നായിട്ട് വേറെ ആർക്കെങ്കിലും ആ സെൻറ്റൻസ് എഴുതാൻ പറ്റുമോ എന്ന് തോന്നിക്കുന്ന സെൻറ്റൻസാണ് മിക്കവാറും എല്ലാ വാചകങ്ങളും. ഇപ്പോൾ ഈ വില്ലേജ് ഗേള് അല്ലെങ്കിൽ ടെമ്പിൾ തീഫിന് പറയാൻ പറ്റില്ല, പല കഥകളിലും ശശി തരൂരിലെ മലയാളി ആണ് ഏറ്റവും ഇതായിട്ട് വരുന്നത്. അദ്ദേഹം മലയാള മണ്ണിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. നമ്മുടെ നാട്ടുമ്പുറത്തെ കാര്യങ്ങൾ, അതായത് കൽക്കട്ടയിൽ അവിടെയൊക്കെ പഠിച്ച പിള്ളേരെ ഇവിടെ വരുന്നത് കുറച്ചൊരു ഓട്ടോബയോഗ്രഫിക്കൽ ആത്മകഥാപരമായിട്ടുള്ള സമീപനം ഉണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിക്കും ഒരു ക്രിയേറ്റീവ് പീസ് തന്നെയാണ്. വില്ലേജ് ഗേൾ എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ സുന്ദർ എന്ന് പറഞ്ഞൊരു പച്ച പരിഷ്കാരിയായ ഒരു പയ്യൻ അച്ഛനും അമ്മയുടെ നിർബന്ധം കാരണം നാട്ടിൽ വരികയാണ് അവധിക്കാലത്ത്. അവിടെ ഒരു നാട്ടുമ്പുറത്തെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അമ്മ അവനെ വീടൊക്കെ ചുറ്റി കാണിക്കാൻ പറയുന്നു. അവന് സുന്ദരനാണെങ്കിൽ ഇതിലൊന്നും ഒരു താല്പര്യമില്ല. ഏറ്റവും അൾട്രാ മോഡേൺ ഗേൾസുമായിട്ട് എല്ലാ രീതിയിലും ജീവിത സുഖങ്ങളൊക്കെ അനുഭവിച്ച് പഠിച്ച ഒരു ചെറുപ്പക്കാരൻ നാട്ടുമ്പുറത്ത് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ നാട്ടുമ്പുറത്തെ ജീവിതം ശശി തരൂർ നന്നായിട്ട് പറയുന്നത്, അതായത് സെക്കുലൻറ്റ് ഇഡ്ലീസ് ആൻഡ് സിബ്ലിംഗ് ദോശ, ഇഡ്ഡലിയുടെ സഹോദരിയോ സഹോദരനോ ആണ് ദോശ, ആൻഡ് പഞ്ചൻ കോക്കനട്ട് ചട്നീസ് ആൻഡ് ലവ്ലി ആ ഗ്രീനറിയെ കുറിച്ച്, നമ്മുടെ പച്ചപ്പിനെ കുറിച്ച്, നമ്മുടെ ഗ്രാമീണ സൗന്ദര്യം എല്ലാം വിവരിച്ചു കഴിഞ്ഞിട്ട് ഈ പെണ്ണ് സുന്ദര കൂടി ഒരു സന്ധ്യ സമയത്ത് നടന്നു വരുമ്പോഴത്തേക്ക് അവളൊരു പാവപ്പെട്ട പെണ്ണാണ്. അവള് സാധാരണ സുന്ദരേട്ടാന്നാണ് ആദ്യം വിളിക്കുന്നത്. ഇയാൾക്ക് ഭയങ്കര താല്പര്യമില്ല ഈ കോൺവെർസേഷൻ കൊണ്ടു നടക്കാനായിട്ട്. എങ്കിൽ തന്നെയും എന്തോ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവൾക്ക് കല്യാണം നടക്കാൻ പോവുകയാണ്. ഒരു 2ാം ഘട്ടമായിട്ട് ഒരു കുട്ടിയുള്ള ഒരു ചാരായമൊക്കെ കഴിക്കുന്ന സാധാരണക്കാരനെ കല്യാണം കഴിക്കാൻ പോകണം. വളരെ കാഷ്വലായിട്ട് പറയുമ്പോഴത്തേക്ക് ഇവനങ്ങ് സഹിക്കാം. അപ്പം നിനക്ക് അത് ഇഷ്ടമാണോ ആ കല്യാണം? വേറെ ഞാൻ എന്ത് ചെയ്യാനാണ്? കല്യാണം പഠിച്ചില്ലെങ്കിൽ കല്യാണം അല്ലാതെ വേറെ എന്താ? അപ്പോൾ
നമ്മുടെ നാട്ടിലെ അന്നത്തെ കാലത്തെ നാട്ടിൻപുറത്ത് ഒരു പെൺകുട്ടിയുടെ മനോഭാവം, അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുക, എനിക്ക് നല്ലതേ അവർ പറയൂ എന്നുള്ള ആ ഒരു സ്റ്റോയിക് റെസിഗ്നേഷൻ. താങ്ങാൻ വയ്യാതെ സുന്ദർ അവളുടെ ചുമരിലിങ്ങനെ കൈ വെക്കുമ്പോൾ അത് അറിയാതെ അവളുടെ മാറിടത്തിൽ ആ കൈ പതുക്കുകയാണ്. പിന്നെ നടക്കാൻ പാടില്ലാത്ത ഒക്കെ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ സുന്ദറിന്റെ പശ്ചാത്താപം വളരെ നന്നായിട്ട്, അതായത് ഒരു ഇന്നസെന്റ് ഗേളിനെ അയാൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ നമുക്കും വിഷമം തോന്നിച്ചു, ഇത് ഇങ്ങനെ സംഭവിച്ചല്ലോ. ആ ശശി തരൂരിന്റെ കഥകളിലൊക്കെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് മിക്കവാറും ആ ലാസ്റ്റ് ആ എൻഡ് ചെയ്യുന്ന രീതികൾ ഭയങ്കര വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അടുത്ത കഥയിലോട്ട് പോകാൻ തോന്നില്ല. ആ കഥയെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മാതിരിയാണ് ഓരോ എൻഡിങ്ങും. എന്നിട്ട് ഇയാൾ അങ്ങനെ ഐ എം സോറി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒരു മൊണാലിസയെ പോലെ ഒരു അർത്ഥഗർഭമായ ഒരു പുഞ്ചിരിയോടുകൂടി, ഒരു സാറ്റിസ്ഫൈഡ് ഫീലിങ്ങോടുകൂടി നമ്മൾ വിചാരിക്കും ആ പെണ്ണ് പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ കരയും, എന്നെ നശിപ്പിച്ചില്ലേ എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നത്. ആ കുട്ടി പറയുകയാണ്, താങ്ക് യു സുന്ദർ. കഥ അവിടെ തീരുകയാണ്, താങ്ക് യു സുന്ദർ. അതായത് ഇങ്ങനെ ഒരു ആക്ഷൻ പെട്ടെന്ന് നടന്നിട്ട്, അതായത് ഒരു പെണ്ണിന്റെ കന്യാത്വം അവൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അവനെ താങ്ക് ചെയ്യുകയാണ്. അതിനകത്ത് നമ്മൾ ഒരുപാട് മനസ്സിലാക്കി പഠിക്കേണ്ടത്. എത്രമാത്രം അവൾക്ക് ആ കല്യാണം ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പക്ഷെ അനുസരണയാണ്. ഇത് ഒരു പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് പ്രീ മാരിറ്റലായിട്ട് ചെയ്യുന്ന ന്യായീകരിക്കുകയല്ല ഞാൻ, ആ ഒരു അനുഭൂതി പ്രീ മാരിറ്റലായിട്ട് കിട്ടിയ അനുഭൂതി ആയിരിക്കും ചിലപ്പോൾ പിന്നത്തെ അവളുടെ വളരെ ബോറിംഗ് ആയിട്ടുള്ള ലൈഫിൽ അവൾക്ക് പ്രചോദനമായിട്ടും ആശ്വാസമായിട്ടും തോന്നാൻ പോകുന്നത്. അതിനായിരിക്കും അവൾ ആ താങ്ക് യു എന്ന് പറഞ്ഞത്. തരൂരിന്റെ $5 സ്മൈൽ എന്ന് പറഞ്ഞ കഥയും വളരെ പ്രശസ്തമാണ്. അതിന് അദ്ദേഹം ശീർഷകം കൊടുത്തിരിക്കുന്നത് $5 സ്മൈൽ ആൻഡ് അതർ സ്റ്റോറീസ്. അദ്ദേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് $5 സ്മൈലിൽ ഒരു കുഞ്ഞു ഓർഫനാണ് ജോസഫ് കുമാരൻ എന്ന് പറഞ്ഞൊരു ഓർഫൻ. അയാളുടെ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ NGO-യിൽ അയാളുടെ പടം ഇങ്ങനെ ഒരു അനാഥ ബാലന്റെ പടം കാണിച്ചിട്ട് ഹെൽപ്പ് ദിസ് ചൈൽഡ് ടു സ്മൈൽ അഗെയിൻ എന്നുള്ളൊരു ക്യാപ്ഷനിൽ ലോകത്തിൽ നിന്നൊക്കെ ഒരു ഡൊണേഷൻസ് ഒക്കെ വരികയാണ് ഈ അനാഥാശ്രമത്തിലേക്ക്. അപ്പോൾ ഈ കുട്ടിയുടെ പടം കാരണം ഒരുപാട് 3 പേര് അവനെ ഫോസ്റ്റർ ചെയ്തിട്ട് ഫോസ്റ്റർ പേരൻസ് സ്പോൺസർ ചെയ്തിട്ട് $15 വെച്ച് അവന് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടി താങ്ക് യു ലെറ്റർ എഴുതുമ്പോഴത്തേക്ക് അവനൊരു കുഞ്ഞു പയ്യനാണ്, അവനങ്ങനെ ഭയങ്കര ആഗ്രഹമുണ്ട് അമേരിക്ക വരട്ടെ എന്ന് ചോദിക്കാറിഞ്ഞൂടാ. മറ്റുള്ള കന്യാസ്ത്രീമാർ ഇതെല്ലാം നോക്കി വെച്ചാൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ കാറ്റ് ക്ലൈമറ്റ് എങ്ങനെ ഇരിക്കും, അല്ല അമേരിക്കയിൽ അങ്ങനെയുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ്റെ ആഗ്രഹം പറയുമ്പോഴത്തേക്ക് ഒരു സെറ്റ് ഓഫ് പേരൻസ് അത് റെസ്പോണ്ട് ചെയ്ത് ഇവരോട് പറയുകയാണ്, എങ്കിൽ പിന്നെ ഞങ്ങൾക്കിവിടെ വരാൻ വയ്യ, ജോസഫ് കുമാരൻ ഇങ്ങോട്ട് അയക്കും. എങ്ങനെയാണ് കഥ തുടങ്ങുന്നത് തന്നെ? ജോസഫ് കുമാരൻ പ്ലെയിനിൽ ഇങ്ങനെ പോവുകയാണ് അമേരിക്കയിൽ. ഒരു കൊച്ചുകുട്ടി അനാഥബാലൻ ഫെയ്ഡ് ചെയ്ത് ആ ഫോസ്റ്റർ പേരൻസിൻ്റെ പടം ഇങ്ങനെ പിടിച്ചിട്ട് കഥ ഇങ്ങനെ അവനാകെ കൺഫ്യൂസ്ഡ് ആണ് ടോട്ടലി. അതെല്ലാം കഴിഞ്ഞിട്ട് അവന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ആ കഥ ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക, ഒരു ഇൻസെക്യൂരിറ്റി. ഈ ജോസഫ് കുമാരൻ എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ഒരു കാപ്പിരി പയ്യനായിരിക്കാം, വെളുത്ത കുട്ടിയായിരിക്കാം, കറുത്ത കുട്ടിയായിരിക്കാം, ഏതെങ്കിലും നാട്ടിലൊരു കുട്ടിയായിരിക്കാം. പൊതുവേ ലോകത്തിലെ അനാഥത്വത്തിൻ്റെ പ്രതീകമാണ്. അത് വളരെ ടച്ചിങ് ആണ് ആ സ്റ്റോറി. അദ്ദേഹത്തിൻ്റെ കഥകൾ പോലെ തന്നെ ഇപ്പം നെഹ്റുവിൻ്റെ ജീവചരിത്രവും വളരെ പ്രസിദ്ധമായ ഒന്നാണ്. അദ്ദേഹം നെഹ്റുവിനെ ഒരു പ്രത്യേകമായ ആംഗിളിലൂടെയാണ് നോക്കിക്കാണുന്നത്. അതെ, ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഭാരതശില്പിയായിട്ട് തന്നെയാണ് അദ്ദേഹം നോക്കുകയാണ്. ബാഗ്ദാദിലെ പുസ്തകത്തെരുവുകൾ എന്നുള്ള പേരിൽ ഇപ്പോൾ മലയാളത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ബുക്ക്ലെസ് ഇൻ ബാഗ്ദാദ്. ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലേഷന് ഇത്ര അർത്ഥം മാറിയിട്ടുണ്ടെങ്കിലും ബുക്ക്ലെസ് ഇൻ ബാഗ്ദാദ് എന്ന് പറയുന്ന ആക്ച്വലി അദ്ദേഹം ഒരിക്കൽ ബാഗ്ദാദിൽ പോകേണ്ടി വന്നു. അതായത് UN സെക്രട്ടറി ജനറൽ ഇറാഖില് ഇവരുടെ ഒരു UN-ന്റെ ഇൻസ്പെക്ഷൻ വരേണ്ട ഒരു സമയം വന്നപ്പോൾ അതിന് മുന്നോടിയായിട്ട് സെക്രട്ടറി ജനറലിനെ അവരുടെ വിസിറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് ആദ്യം തരൂരും ഒരു സംഘവും പോവുകയാണ്. ആ സമയത്ത് ഇടയ്ക്ക് കുറച്ച് സമയത്തേക്ക് പുസ്തകമൊന്നും ഇല്ലാതെ വായിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് വെറുതെ ബാഗ്ദാദിന്റെ തെരുവിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പോൾ ബുക്ക് സൂക്സ് SOUKS എന്ന് പറഞ്ഞാൽ അത് വെറും തെരുവാണ്, റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ് ബുക്സ്. അപ്പോൾ തരൂർ പറയാണ് നല്ല നല്ല ബുക്സ്, വളരെ നല്ല ഒന്നാം തരം പുസ്തകങ്ങൾ. അങ്ങേർക്ക് അത് കണ്ടിട്ട് സങ്കടം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല അപ്പർ മിഡിൽ ക്ലാസ് ഹോംസിൽ ഓരോരുത്തർ വായിച്ച് അവർക്ക് അവരുടെ വീടുകളിൽ നിന്ന് വിൽക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതായത് അവരുടെ സാമ്പത്തിക നില അത്രമാത്രം തകർന്നു. അവർക്ക് ഈ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബുക്കുകൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതാണ് ആ ബുക്ക്ലെസ് ഇൻ ബാഗ്ദാദിന്റെ പശ്ചാത്തലം. പക്ഷെ അതൊരു ഒരേ ഒരു എസ്സേയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും സാംസ്കാരിക തകർച്ച, സാമ്പത്തിക തകർച്ച, അവിടുത്തെ അരക്ഷിതാവസ്ഥ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ ഈ എലിഫന്റ് ടൈഗർ ആൻഡ് ഇന്ത്യ ഒരു ആനയുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ആന എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല എനർജറ്റിക് ഒക്കെ തന്നെ ആണെങ്കിൽ തന്നെ ആന ഇങ്ങനെ ഭയങ്കര ഒരു ബബ്ലിംഗ് വിത്ത് എനർജി എന്ന് പറയുന്ന ഒരു മൃഗമല്ലല്ലോ. അപ്പൊ ആന ഇങ്ങനെ പതുക്കെയാണ് നടന്നു വരുന്ന പോലെ ഇന്ത്യ ഒരു ആനയാണ്. ആന എന്ന് പറയുന്നത് ഇങ്ങനെ സ്ലീപ്പി ആനയുടെ വലിപ്പം ആന തന്നെ അറിയുന്നില്ല എന്ന് നമ്മൾ പറയാറില്ല. അതുപോലെ ഇന്ത്യയുടെ വലിപ്പം ഇന്ത്യക്കാർ അറിയുന്നില്ല എന്നുള്ളൊരു സിമ്പിൾ അവിടെ ഉണ്ട്.
എന്നിട്ട് ഈ ഉറങ്ങിക്കിടക്കുന്ന ഇന്ത്യ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഈ IT ഡെവലപ്മെന്റ് ഇറ്റ്സ് ടെക്നോക്രാറ്റ് അവേഴ്സ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നോക്രാറ്റിക് കൺട്രീസ്. അപ്പോൾ ആ ടെക്നോക്രാറ്റിക് കൺട്രി ആയ ഇന്ത്യ ഇങ്ങനെ ഉണർന്ന് പതുക്കെ മോർഫിങ്ങിലോട്ട് കൂടി പതുക്കെ മോർഫിങ്ങിൽ കൂടി ആ ആന എന്ന് പറയുന്ന ഒരു ടൈഗറായിട്ട് മാറും. ടൈഗർ എന്ന് പറയുന്ന ഭയങ്കര സിന്യൂസും ഭയങ്കര മസിൽസും ഭയങ്കര എനർജറ്റിക് ആയിട്ടും ഭയങ്കര ശക്തിയുള്ള മൃഗമാണ്. അപ്പൊ അതായത് ഇപ്പോഴത്തെ പ്രസന്റ് ഇന്ത്യ സ്ലീപ്പി എലിഫന്റിൽ നിന്ന് ഒരു ടൈഗർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സെൽഫോണിന്റെ യുഗത്തിലോട്ട് നമ്മൾ പോകുക. 21st സെഞ്ചുറിയിൽ അദ്ദേഹം ചോദിക്കുകയാണ് ഇത് എങ്ങനെയാകും ഇന്ത്യ 21st സെഞ്ചുറിയിലെ ഡെവലപ്മെന്റ് എങ്ങനെയാകും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതൊരു എസ്സേസിന്റെ കളക്ഷൻ. ആധുനികോത്തരയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ചിത്രങ്ങൾ നമുക്കതിനകത്ത് കാണാൻ പറ്റും. ആധുനികോത്തരയുടെ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നത്. ഇതെല്ലാം താങ്കളുടെ തിസിസില് ഈ ബ്രിക്കൊളാഷ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ചില സ്വപ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പോസ്റ്റ് മോഡേണിസമായിട്ട് ബന്ധപ്പെട്ട ബ്രിക്കൊളാഷ്, പ്രിസ്മാറ്റിക് പെർസെപ്ഷൻ, ഇത്തരത്തിലുള്ള ഈ സ്വപ്നങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ഇത് എവിടുന്നാണ് ഇതിന്റെ സോഴ്സ്? ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പോസ്റ്റ് മോഡേണിസ്റ്റ് കൃതിയാണ്. പോസ്റ്റ് മോഡേണിസത്തിനെ കുറിച്ച് പഠിക്കാനും വായിക്കാനും ഒക്കെ എന്നോട് പറഞ്ഞതൊക്കെ എപ്പോഴും പണിക്കർ സാർ എന്ന് അദ്ദേഹത്തിന്റെ ഒരു ഹരമായിരുന്നു. പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു എക്സ്പെർട്ട് ആണെന്ന് തന്നെ പറയാം. അതായത് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന ഒരു ജാണർ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്നതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിരോഷിമയുടെ ബോംബിങ്ങും ഒക്കെ കഷ്ടപ്പാട് കഴിഞ്ഞാൽ ആളുകൾക്ക് പൊതുവെ നിരാശയായി. എല്ലാവരും ഒരു വല്ലാത്തൊരു കണ്ടീഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് വിത്ത് സംതിങ് ഡിഫറെൻറ്റ്. അതാണ് പോസ്റ്റ് മോഡേണിസം തുടക്കം. 50s 60s തുടക്കം. പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്ന അത്യന്താധുനികം അല്ലേ, ആധുനികോത്തരത അതിന്റെ ശക്തമായിട്ടുള്ള ചിത്രങ്ങൾ മലയാളത്തിലേക്ക് വരുന്നത്. അപ്പൊ പോസ്റ്റ് മോഡേണിസത്തിന്റെ ഓരോ ടെക്നിക്സ് ഇദ്ദേഹം ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനകത്ത്. എല്ലാ വർക്സിലും ഉണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് പോസ്റ്റ് മോഡേണിസം തന്നെയാണ് തരൂരിന്റെ വർക്ക്സ് എന്ന് ഞാൻ പറയും. മലയാളത്തിൽ മലയാളികളായിട്ടുള്ള ബ്രിക്കൊളാഷ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇപ്പൊ കൊളാഷ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് ഒരുപാട് രൂപങ്ങളുടെ അറ്റകുറ്റങ്ങളൊക്കെ ചേർത്ത് ഒരു പുതിയ ബിംബം ഉണ്ടാക്കുക, പുതിയൊരു ഇമേജ്, പുതിയൊരു കോൺസെപ്റ്റ്, നമുക്കൊരു പുതിയൊരു പെർസെപ്ഷൻ നമ്മൾ ആ കൊളാഷിനെ കാണുമ്പോൾ ഉണ്ടാകുന്നത്. അത് പലയിടത്തുമുള്ള പല പല പടങ്ങളും ചകിരിനാരും ബീഡ്സും ഒക്കെ വെച്ചിട്ട് കൊളാഷ് ഉണ്ടാക്കുന്നതിനായിട്ട്. ബ്രിക്കൊളാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ച് മാനേജ് ചെയ്ത് ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കും. ഇല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു ഒരിടത്ത് ഒരു ആണി അടിക്കണമെങ്കിൽ നമുക്കൊരു ചുറ്റിയിൽ വേണം. ചുറ്റിയിൽ നോക്കിയിട്ട് കണ്ടില്ല, ആണി അടിക്കുകയും വേണം. പെട്ടെന്ന് ഒരു കല്ലിന്റെ കഷ്ണം അവിടെ കിടന്നു, നമ്മൾ ആ കല്ലിന്റെ കഷ്ണം എടുത്ത് വെച്ചാൽ ആണി അടിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രിക്കൊളാഷ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ഉള്ള സംഗതി വെച്ച് നമുക്ക് വേണ്ടി പർപ്പസിലോട്ട് നമ്മൾ പോവുക. അപ്പോൾ റൈറ്റിനകത്ത് ആക്ച്വലി കുറേ ലെറ്റേഴ്സ്, ഡയറി റൈറ്റിങ്സ്, സ്ക്രാപ്പ് ബുക്ക്, അങ്ങനെ ഇന്റർവ്യൂസ്, ശരിക്കും ഒരു നോവലായിട്ട് പോകുന്നില്ല. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ബിറ്റ് ആയിട്ട് അതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു നോവലാകുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നെ അതെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രിസം നമുക്കറിയാമല്ലോ. ഒരു പ്രിസത്തിൽ കൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ ബ്രോഡ് സ്പെക്ട്രം നമ്മൾ കാണുകയാണ്. അതായത് ഒരേ ആൾ എഴുതുന്ന കഥയിലുള്ള ഡിഫറൻസ് ഇൻ സ്റ്റൈൽസ്. ഒരു പുസ്തകത്തിൽ പാരഡി ആണെങ്കിൽ വേറൊരു പുസ്തകത്തിൽ സിംബോളിസം വരുന്നു, വേറൊരു പുസ്തകത്തിൽ സറ്റയറും ഹ്യൂമറും വരുന്നു. ഓരോ പുസ്തകത്തിലല്ല, കഥകളിൽ ഓരോ കഥകളും വ്യത്യസ്തമാണ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്പെക്ട്രം, ഡിഫറെൻറ്റ് ഒരു കാലിഡോസ്കോപ്പിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരു ഇതിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി കളേഴ്സ് ഇങ്ങനെ കാണുന്നില്ലേ. അങ്ങനെ എനിക്കൊരു വളരെ ഒരു വർണ്ണശബളമായ ഒരു വെറൈറ്റി ഉള്ള ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നി ചെറുകഥകൾ. ഇപ്പോൾ പാരഡി പോലുള്ള ഏറ്റവും ശക്തങ്ങളായിട്ടുള്ള സാങ്കേതിക പ്രത്യേകതകൾ ഇണങ്ങിക്കാണുന്ന കൃതികളാണ് ശശി തരൂർ രചിച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹം ഈ മലയാളികളായിട്ടുള്ള പോസ്റ്റ് മോഡേൺ റൈറ്റേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട ആളായിട്ടും അദ്ദേഹം കേരളത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തെ വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ ലളിത കുമാരിയുടെ ഈ തിസീസ് തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ശശി തരൂരിനെ പറ്റി ഉണ്ടായിട്ടുള്ള ഏറ്റവും ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു നല്ല അപഗ്രഥനാത്മക കൃതിയാണിതെന്നുള്ളതിൽ സംശയമില്ല. ഇത് താമസിയാതെ തന്നെ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ